ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് രണ്ടാകൃതി സമവാക്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. 10ാം ക്ലാസ് മാത്സിലെ 4ാമത്തെ പാഠഭാഗമാണ്. അപ്പോൾ ചാപ്റ്ററിൽ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഡിഗ്രി, അതായത് പവർ 2 ഇക്വേഷനാണ് സെക്കൻഡ് ഡിഗ്രി. ഓക്കെ, അതായത് x² y² അങ്ങനത്തെ നമ്പേഴ്സ്, അതായത് ഏതൊരു ഓൾജിബ്രിക് ടേം എടുത്താലും ഒരു വേരിയബിൾ എടുത്താലും അതിൻ്റെ പവർ 2 ആണെങ്കിൽ അതാണ് സെക്കൻഡ് ഡിഗ്രി. 1 ആണെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി, 3 ആണെങ്കിൽ തേർഡ് ഡിഗ്രി, അങ്ങനെയാണ് ഡിഗ്രീസ് പറയുക. അപ്പം പവർ 2 ആയ ഇക്വേഷൻസ് എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ ഇക്വേഷൻസ് അങ്ങനെയുള്ള വീഡിയോസിലൊക്കെ ഫസ്റ്റ് ഡിഗ്രി ആയിട്ടുള്ള നമ്പേഴ്സിൻ്റെ സൊല്യൂഷൻ കാണുന്ന രീതിയാണ് പറഞ്ഞത്. അതായത് പവർ 1 ആയിട്ടുള്ള, ഇപ്പോൾ ഒരു നമ്പറിന് പവർ ഇട്ടില്ലെങ്കിലും അതിൻ്റെ ഇത് 1 ആണ്. ഓക്കെ, അപ്പോൾ 1 ആയിട്ടുള്ള ഇക്വേഷൻസിൻ്റെ സൊല്യൂഷനാണ് ചെയ്തത്. ഇന്ന് പവർ 2 ആയിട്ടുള്ള ഇക്വേഷൻസിൻ്റെ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് വളരെ ബേസിക് ആണ്. x² ഈക്വൽ ടു 25, അപ്പോൾ x ഈക്വൽ ടു √25 5 അറിയാം നമുക്ക് എല്ലാവർക്കും. x² മൈനസ് 1 ഈക്വൽ ടു 24 സോറി. അപ്പോൾ x² ഈക്വൽ ടു 24 പ്ലസ് 1 25, x ഈക്വൽ ടു 5. ഇനി നമുക്ക് x പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 25. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇങ്ങനെയാണ്. x പ്ലസ് 1 ഈക്വൽ ടു √25, സ്ക്വയർ ഇങ്ങോട്ട് പോകുമ്പോൾ റൂട്ടാകും, അപ്പോൾ 5 കിട്ടും. x ഈക്വൽ ടു 5 മൈനസ് 1 4 വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ടേംസ് ഇങ്ങനെ വളർന്ന് വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്താൽ ഇതാണ് ഒരു ബേസിക് സ്റ്റെപ്പ്. ഇത്രയും നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട ആളുകൾക്ക് മനസ്സിലാകും. ഇപ്പോൾ സപ്പോസ് ഒരു ചോദ്യം ചോദിക്കുന്നത് x² പ്ലസ് 2x ഈക്വൽ ടു 24. ഓക്കെ, ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യും? നമുക്ക് ഇതുപോലെ നമ്പേഴ്സിന് മാത്രമായിട്ട് ഒരു സൈഡിൽ എല്ലാ വേരിയബിൾ ടേംസും ഉണ്ട്, മറ്റേ സൈഡിൽ നമ്പേഴ്സും ഉണ്ട്. പക്ഷെ സ്ക്വയർ ആയതുകൊണ്ടാണ് ഒരു ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ പറ്റാതെ വരുന്നത്. അപ്പോൾ അവിടെ 2 രീതികളുണ്ട്. ഒന്ന് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ആൻഡ് ക്വാഡ്രേറ്റിക് ഇക്വേഷൻ. അപ്പോൾ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് എന്നുള്ള ആദ്യത്തെ രീതിയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ക്വാഡ്രേറ്റിക് ഇക്വേഷൻസ് എന്നുള്ള ഭാഗവും ഡിസ്കസ് ചെയ്യും. അപ്പോൾ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഇവിടെ ചെയ്യുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ്, അതായത് എക്സിന് തൊട്ടടുത്ത് കിടക്കുന്ന നമ്പറിൻ്റെ പകുതി എടുക്കുക. ഓക്കെ, അത് എത്രയാണ്? 1 ആണ്. അതിനെ സ്ക്വയർ ചെയ്യുക, അതേ നമ്പർ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ ഇപ്പോൾ സ്ക്വയർ കിട്ടിയ നമ്പറിനെ എല്ലാം ഇങ്ങനെ എഴുതുക. എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ, അതായത് സ്ക്വയർ ഉള്ള നമ്പറിനെ രണ്ടിനെയും കൂടി പ്ലസ് ചെയ്തിട്ട് ഹോൾ സ്ക്വയർ ഈക്വൽ ടു 25. ഇത് സ്റ്റാൻഡേർഡ് ഫോമിലെത്തി. ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാം. അപ്പോൾ ഇനി പ്രൊസീഡ് ചെയ്ത് പോകുക. എക്സ് പ്ലസ് 1 ഈക്വൽ ടു √25 ഈക്വൽ ടു 5, എക്സ് ഈക്വൽ ടു 5 മൈനസ് 1 4. ഒന്ന് ചെക്ക് ചെയ്യാം. 4² പ്ലസ് 2 ഇൻറ്റു 4 എത്രയാണ്? 24. ഓക്കെ, അപ്പം നമ്മുടെ കിട്ടിയ ഉത്തരം ശരിയാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ കംപ്ലീഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഒരു സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഒരു ഇത് ചേർക്കുന്നു, അത് റൈറ്റ് ഹാൻഡ് സൈഡിലും ചേർക്കുന്നു, പിന്നെ നമുക്ക് അറിയാവുന്ന രീതിയിലേക്ക് ഇക്വേഷൻ മാറ്റി എഴുതി ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ചോദ്യങ്ങൾ എന്ന് വരുന്നത് the product of 2 multiples of 8 equal to 104 which are the numbers. അങ്ങനത്തെ ഒരു ചോദ്യം ഒന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഫസ്റ്റ് നമ്പർ എക്സ് ആണെങ്കിൽ അടുത്ത നമ്പർ എക്സ് പ്ലസ് 8 ആണ്. ഓക്കെ, അതായത് ഇത് രണ്ടും കൂടി ഗുണിക്കുമ്പോൾ 104 കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാം. അതെങ്ങനെയാണ്? എക്സ് ഇൻറ്റു എക്സ്, x² എക്സ് ഇൻറ്റു 8 8x. അപ്പോൾ x² പ്ലസ് 8x ഈക്വൽ ടു 104 104. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താണ്? എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ പകുതിയുടെ സ്ക്വയർ രണ്ടു വശത്തും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്ക്വയർ എല്ലാം കൂടി ചേർത്തിട്ട് രണ്ടും കൂടി ചേർത്ത് എഴുതി സ്ക്വയർ ഇടുക. ഈക്വൽ ടു 104 16. സോറി, ഇത് 128 ആയിരുന്നു. ഒരു ചെറിയ തെറ്റ് പറ്റിയാണ്. 128 128ഉം 16ഉം ചെയ്യുമ്പോൾ 144 കിട്ടും. അപ്പോൾ എക്സ് പ്ലസ് 4 ഈക്വൽ ടു √144, ഇത് 12 ആണ്. എക്സ് ഈക്വൽ ടു 12 മൈനസ് 4 8 വരും.
ഓക്കെ, അപ്പൊ എക്സ് 8 കിട്ടി, അപ്പൊ അടുത്ത നമ്പർ 16. അങ്ങനെയാണ് ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരിക. ഇനി ഇത് എല്ലാവർക്കും ചെയ്യാം. പക്ഷെ ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് ഈവൻ ആകുന്ന കേസുകളാണ് നമ്മൾ പരിഗണിച്ചത്. അതായത് എക്സിന്റെ കോഎഫിഷ്യന്റ് 2, 4, 6, 8, 10 അങ്ങനത്തെ നമ്പേഴ്സ് ആകുമ്പോഴാണ് നമുക്ക് എക്സാക്ട്ലി പകുതിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ ചില സമയത്ത് 7, അതായത് ഓഡ് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാകും. അതായത് ഡെസിമൽ വാല്യൂവിന് 7 ആണെങ്കിൽ 3.5 ഹോൾ സ്ക്വയർ ഇവിടെ ചേർത്തു, അവിടെ ചേർത്തു. അപ്പോൾ ഡെസിമൽസ് കൂട്ടി കൂട്ടി വന്നിട്ട് അവിടെ റൂട്ട് എടുക്കൽ അതൊക്കെ ഇച്ചിരി പണിയാണ്. അപ്പം അങ്ങനത്തെ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഉപയോഗിക്കുന്നത്. കുറച്ച് സ്റ്റെപ്സ് ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാവുന്ന കണക്കാണ്. അതായത് അതിൽ അങ്ങനെ തെറ്റുകൾ വരാം. നമ്മൾ കുറയ്ക്കുന്നതോ കൂട്ടുന്നതിലോ എന്തെങ്കിലും തെറ്റുകൾ വന്നാലേ ഉള്ളൂ. അല്ലെങ്കിൽ അത് ട്രൂലി സേഫ് ആണ്. പക്ഷേ കൂടുതൽ സ്റ്റെപ്സ് ഇൻവോൾവ് ആകുന്നു എന്നുള്ളത് ഒരു ചെറിയ പോരായ്മയാണ്. പക്ഷെ എന്നാലും ഓക്കെ, അത് മിക്കവാറും കണക്കുകൾക്ക് ഇതേ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് അറിയാമെങ്കിൽ ഇത് അറിയില്ലെങ്കിലും കുഴപ്പമില്ല. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആണ് ഈ ചാപ്റ്ററിലെ മെയിൻ. അത് വെച്ചിട്ടാണ് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു ചോദ്യം നോക്കാം. ദ സം ഓഫ് ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഇസ് 21. വാട്ട് ആർ ദ സൈഡ്സ്? ഓക്കെ, അതായത് ഒരു സ്ക്വയറിന്റെ പെരിമീറ്ററിന്റെയും ഏരിയയുടെയും സം 21 ആണെങ്കിൽ സൈഡ്സ് എത്രയാണ്? അതാണ് ചോദ്യം. അപ്പോൾ പറ്റുമെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് സൈഡിൽ ഒരു സ്ക്വയർ വരയ്ക്കാം. ഓക്കെ, അത് എപ്പോഴും സേഫാണ്. നമുക്ക് എന്ത് കണക്ക് ചെയ്യുമ്പോഴും സമയമുണ്ട്, സ്ഥലം ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഫിഗർ, വലിയ ഫിഗർ ഒന്നും വേണമെന്നില്ല, ചെറിയൊരു ഫിഗർ വരച്ചു കഴിഞ്ഞാൽ നമുക്കത് കുറച്ചുകൂടി ആ ടോപ്പിക്ക് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ചെയ്യുമ്പോൾ തെറ്റുകളൊന്നും ഇല്ലാതെ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഒരു സൈഡ് ഞാൻ എക്സ് എടുത്തു. അപ്പോൾ അതിൻ്റെ ഏരിയ വന്നിട്ട് എക്സ് സ്ക്വയർ ആണ്, പെരിമീറ്റർ വന്നിട്ട് 4x ആണ്. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 4x ഈക്വൽ ടു 21 ഇങ്ങനെ കിട്ടി. ഓക്കെ, ഇനി ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പാണ് ശ്രദ്ധിക്കേണ്ടത്. എക്സ് സ്ക്വയർ പ്ലസ് 4xനെ അവിടെ തന്നെ നിർത്തി. ഇത് പ്ലസ് 21 ആണ്. സൈൻ ഒന്നും ഇല്ലെങ്കിൽ അത് പ്ലസ് ആണ്. ഓക്കെ, ഈ പ്ലസ് 21നെ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് -21 ആക്കുക. വലതുവശത്ത് 0 വരുന്ന രീതിയിൽ ഇക്വേഷനെ ക്രമീകരിച്ച് എഴുതുക. അതാണ് ഇതിൽ ഏറ്റവും ബേസിക് സ്റ്റെപ്പ്. ഓക്കെ, അതായത് നമ്പേഴ്സിനെയും ഓൾജിബ്രിക് വേരിയബിൾസിനെയും എല്ലാം കൂടി ഒരു സൈഡിലിട്ട ശേഷം 0 വലതു ഭാഗത്ത് വരുന്ന രീതിയിൽ ഇക്വേഷനെ മാറ്റി എഴുതുക. ഓക്കെ, അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഓക്കെ, ഇപ്പൊ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് ഫോം. ഇനി ഇതിൽ നിന്നാണ് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്. ഓക്കെ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചെയ്യുന്ന സമയത്ത് എ ബി സി ഈ 3 നമ്പേഴ്സ് കണ്ടുപിടിക്കേണ്ടത് അനിവാര്യമാണ്. ഓക്കെ, എ എന്താണെന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ്. ഓക്കെ, എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ്, അതായത് എക്സ് സ്ക്വയറിന്റെ കൂടെ ആരാണ് അതാണ് എ. ഇവിടെ ഒന്നുമില്ല, ദാറ്റ് മീൻസ് 1. ഇനി എക്സിന്റെ കൂടെയുള്ള ആളാണ് ബി. ഇവിടെ എക്സിന്റെ കൂടെ ഉള്ളത് +4. ഇനി ഒറ്റയ്ക്ക് നിൽക്കുന്ന നമ്പർ ടേം, ഓക്കെ, കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റ് ആണ് സി. ഇപ്പൊ ഇവിടെ കോൺസ്റ്റന്റ് ഏതാണ്? 21 അല്ല, -21. കാരണം എക്സ് സ്ക്വയർ പ്ലസ് 4x ഒരു പ്ലസ് ഇടാവുന്നതേ ഉള്ളൂ. അപ്പൊ +-21 ആണ്. പ്ലസും മൈനസും കൂടി വന്നിട്ട് പ്ലസ് പോയി മൈനസ് ആണ് ഇപ്പൊ ഇവിടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ സി ഈക്വൽ ടു -1. നമുക്ക് ഇങ്ങനെ ഒരു സാധനവും കൂടി കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് എഴുതി വെക്കുക. ഇതാണ് ഇതിന്റെ സെക്കൻഡ് സ്റ്റെപ്പ്. ഓക്കെ, ഇത് കഴിഞ്ഞാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക് ഇതിന്റെ വാല്യൂ ഇടാൻ പോകുന്നത്. ഇക്വേഷൻ ഇങ്ങനെയാണ്: എക്സ് ഈക്വൽ ടു -b ± √b² - 4ac / 2a. ഓക്കെ, ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ ഈക്വൽ സൈനിന് ഇവിടം വരെയേ ആ ഡാഷ് പോകാൻ പാടുള്ളൂ, ആ ഡിവൈഡഡ് സൈൻ പോകാൻ പാടുള്ളൂ, അതിനപ്പുറത്തേക്ക് എക്സിഡ് ചെയ്യാൻ പാടില്ല. ഇനി വിലയിട്ട് കൊടുക്കാം. അപ്പോൾ എക്സ് ഈക്വൽ ടു -b, അപ്പം -4 ± √b², 4² - 4ac, 4 × 1 × -21, ഇതൊന്ന് ബ്രാക്കറ്റിൽ കൊടുക്കുന്നത് നല്ലതായിരിക്കും, /2a. അപ്പം 2 × 1. ഓക്കെ, പിന്നെ ഇത് വാല്യൂസ് ചെയ്യാം. -4 ± 16, മൈനസും മൈനസും വരുമ്പോൾ പ്ലസ് ആകും. 21 × 4 84 √ /2. ഓക്കെ, അപ്പം -4 ± √100/2. ഓക്കെ, -4 ± 10/2.
അപ്പോൾ ഇനി രണ്ട് വാല്യൂസ് വരാം. അപ്പോൾ എക്സ് ഈക്വൽ ടു -4 + 10/2 വരാം, അല്ലെങ്കിൽ -4 - 10/2. ഓക്കെ, അതിൽ പ്ലസ് വരുന്നത് അതിൻ്റെ പോസിറ്റീവ് പാർട്ടും മൈനസ് വരുന്നതിൻ്റെ നെഗറ്റീവ് പാർട്ടുമാണ്. അപ്പോൾ ഇവിടെ ചിന്തിക്കാം, ഏരിയ പെരിമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ നെഗറ്റീവ് വരില്ല. ഓക്കെ, അത് പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ ആൻസർ. പക്ഷെ ചില നമ്പേഴ്സിന്റെ അരിത്തമെറ്റിക്സ് ചെക്ക് ചെയ്യുമ്പോൾ അവിടെ നെഗറ്റീവ് നമ്പർ വരാവുന്ന സംഖ്യകളും ഉണ്ട്. ഓക്കെ, അതായത് പോസിറ്റീവ് മാത്രമല്ല, അവിടെ നെഗറ്റീവും പരിഗണിക്കും. അതുകൊണ്ട് രണ്ടും കൂടി ചെയ്യേണ്ടി വരും. ഇപ്പോഴത്തെ കണക്കിന് നമുക്ക് പ്ലസ് മാത്രം മതി, എന്നാലും മൈനസും കൂടി നമ്മൾ കണ്ടുപിടിച്ച് വെക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ -4 + 10 എത്രയാണ്? -4 10 ചാട്ടം ചാടി, അപ്പോൾ 6 വരും. 6/2 ഓർ -14/2. -7 വരും, ഇവിടെ 3 വരും. അപ്പോൾ എക്സ് ഒരു സൈഡ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 3² + 4 × 3 എത്രയാണ്? 21 നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ ഇത് കറക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് രണ്ട് വാല്യൂ വന്നത്? കാരണം ഇവിടെ b² - 4ac 1-നേക്കാൾ വലുതാണ്. ഓക്കെ, 1-നേക്കാൾ വലുതാണ്. അതുകൊണ്ട് നമുക്ക് രണ്ട് സൊല്യൂഷൻ കിട്ടി. ഇനി 1-നേക്കാൾ ചെറുതാണെങ്കിൽ, ഓക്കെ, അതായത് 1 ആണ് വലുത്, b² - 4ac ചെറുതാണെങ്കിൽ, സോറി ഒരു ചെറിയ തിരുത്തുണ്ട്, b² - 4ac > 0 ആണ് കേട്ടോ. അതായത് b² - 4ac 0-ത്തേക്കാൾ വലുതായാൽ അതിന് രണ്ട് വാല്യൂസ് കിട്ടും. ഓക്കെ, നമുക്കിവിടെ കിട്ടി, രണ്ട് വാല്യൂസ് കിട്ടി. b² - 4ac 1-നേക്കാൾ ചെറുതാണെങ്കിൽ, 0-യേക്കാൾ ചെറുതാണെങ്കിൽ അതിന് സൊല്യൂഷൻ ഇല്ല. ഓക്കെ, അതായത് അതിന് ഉത്തരവില്ല. b² - 4ac 0-ത്തേക്കാൾ ചെറുതാണെങ്കിൽ, ഓക്കെ, നെഗറ്റീവ് നമ്പർ ആണ് എങ്കിൽ അതിന് സൊല്യൂഷൻസ് ഇല്ല. b² - 4ac = 0, അതായത് b² - 4ac 0-ത്തോട് ഈക്വൽ ആകുകയാണെങ്കിൽ അതിന് ഒരു സൊല്യൂഷൻ ആകും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സൊല്യൂഷൻസിന്റെ എണ്ണം പറയുക. അപ്പോൾ ഇവിടെ b² - 4ac എന്ന് പറയുന്നതാണ് സൊല്യൂഷൻസിന്റെ എണ്ണത്തെ തീരുമാനിക്കുന്നത്. ഓക്കെ, അത് b² - 4ac വേരി ചെയ്യുന്നതിനനുസരിച്ചാണ് സൊല്യൂഷൻസ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് b² - 4ac നമ്മൾ ഡിസ്ക്രിമിനന്റ് പാർട്ട് എന്നും കൂടി പറയും. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ടെക്സ്റ്റിലില്ല, പക്ഷെ പറയുന്ന സമയത്ത് ഡിസ്ക്രിമിനന്റ് പറയും. ഇതില്ലെങ്കിലും നമുക്ക് മനസ്സിലാകും. നമ്മൾ കണക്കുകൾ ചെയ്ത് വരുമ്പോൾ b² - 4ac > 0, <0, = 0 ആകുന്ന കേസുകളിൽ നമുക്ക് മനസ്സിലാകും എത്ര സൊല്യൂഷൻ കിട്ടുമെന്ന്. പക്ഷെ ആദ്യമേ തന്നെ അത് അറിഞ്ഞു വെച്ചാൽ ഇത്രയും കിട്ടുമുള്ളെന്ന് പ്രെഡിക്റ്റ് ചെയ്ത് കണക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.